യുവജന സമരങ്ങളുടെ വിജയത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ നിർണായകമായിരുന്നുവെന്ന് കെ മുരളീധരൻ. തെരുവിലെ സമരത്തിന്റെ പ്രതിഫലനം പാർലമെന്റിൽ സൃഷ്ടിച്ചത് ഇന്ത്യ സഖ്യമാണെന്നും മുരളീധരൻ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് മികച്ച നേട്ടം. 1.5 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയെന്ന ലക്ഷ്യം മറികടന്ന് 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി ഭക്ഷ്യമന്ത്രി. ഓസ്ട്രേലിയയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി നഴ്സ് മരിച്ചു. മുരിങ്ങൂർ കോട്ടമുറി കുറുമ്പിലായക്കാരൻ ശരത്തിന്റെ ഭാര്യ ആൻമേരി ജോയാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. യുവജന സമരങ്ങളുടെ വിജയത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ നിർണായകമായിരുന്നുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു. തെരുവിലെ സമരത്തിന്റെ പ്രതിഫലനം പാർലമെന്റിൽ സൃഷ്ടിച്ചത് ഇന്ത്യ സഖ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ തിരിച്ചടിയാണെന്നും കോൺഗ്രസിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ BJP, CPM നിലപാടുള്ളവരിൽ നിന്നാണെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഇങ്ങനെയുള്ള പല സമരങ്ങളും വിജയിച്ചുവെങ്കിലും ആ വിജയങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായങ്ങളാണ്. ഇവിടെ ഇന്ത്യ സഖ്യം ഒരുമിച്ചാണ് മുന്നേറിയത്. അതുകൊണ്ട് ഈ ജെൻസിൻ്റെ സമരമാണ് നടന്നതെങ്കിലും അതിൻ്റെ ഒരു പ്രേരക ശക്തി, അതായത് തെരുവിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിൻ്റെ ഇമ്പാക്റ്റ് സഭയിലുണ്ടാക്കിയത് ഇന്ത്യ സഖ്യ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത. അപ്പോൾ ഇതിൻ്റെ ഒരു അന്തിമ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയുടെ കഞ്ഞിയിൽ ആദ്യമായിട്ട് പാറ്റ പോകും. കാരണം ഇവർ അധികാരത്തിൽ 2014 അധികാരത്തിൽ വരുമ്പോൾ രാജ്നാഥ് സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, നോ റെസിഗ്നേഷൻ. അവർ ഞങ്ങളുടെ ഭരണപിരിയിൽ നോ റെസിഗ്നേഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലാദ്യത്തെ റെസിഗ്നേഷൻ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് മികച്ച നേട്ടം. 1.5 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയെന്ന ലക്ഷ്യം മറികടന്ന് 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയിലാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. 1.5 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ആകെ ലഭിച്ച 76,338 അപേക്ഷകളിൽ 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 1,353 അപേക്ഷകൾ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ തിരിച്ചു നൽകുകയും 2,011 അപേക്ഷകൾ നിരസിക്കുകയും ചെയ്തു. പുതുതായി അംഗീകാരം ലഭിച്ച 73,024 മുൻഗണനാ കാർഡുകൾക്ക് അടുത്ത മാസം 3-ാം തീയതി മുതൽ സൗജന്യ റേഷൻ വിതരണം ആരംഭിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം 4,068 കിലോ ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ചതായും അടുത്ത മാസം 1-ാം തീയതി മുതൽ എല്ലാ റേഷൻ കടകളിലും മണ്ണെണ്ണ ലഭ്യത ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. റേഷൻ വാതിൽപ്പടി വിതരണത്തിനുള്ള ലോറി കരാർ പുതുക്കുന്നതും പരിഗണനയിലാണെന്നും കുടിശ്ശിക തുക ഉടൻ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണക്കാല പൊതുവിതരണം സുഗമമാക്കാൻ പ്രത്യേക അരി അടുത്ത മാസം 10-നകം റേഷൻ കടകളിൽ എത്തിക്കാനും ഉദ്യോഗസ്ഥർ അവധിയെടുക്കാതെ പ്രവർത്തിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മീഡിയ ടൈം, കൊച്ചി. വിദ്യാഭ്യാസം, കല, കായികം, സാമൂഹ്യ സേവനം തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ച് ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ മുഖ്യാതിഥിയായി. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കല്ലേറ്റുങ്ങര കുടുംബശ്രീ ഹാളിൽ സംഘടിപ്പിച്ച വിജയോത്സവം കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിച്ചു. മരണാനന്തരം അവയവദാനം നൽകി മാതൃകയായ ജൂവിൻ രാജുവിന്റെ മാതാപിതാക്കളെയും ബാലപ്രതിഭ അഭിഷിക്ത് പെരേപ്പാടിനെയും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ആളൂർ. ഓസ്ട്രേലിയയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി നഴ്സ് മരിച്ചു. മുരിങ്ങൂർ കോട്ടമുറി കുരുമിലായക്കാരൻ ശരത്തിന്റെ ഭാര്യ ആൻമേരി ജോയാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ശരത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ഓസ്ട്രേലിയയിലെ പെർത്ത് സിറ്റിയിലെ ഒരു ജംഗ്ഷനിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ശരത്ത് ഓടിച്ചിരുന്ന കാർ നിർത്തിയിട്ട ശേഷം മുന്നോട്ടെടുത്തപ്പോഴാണ് ട്രാഫിക് നിയമം ലംഘിച്ചെത്തിയ ലാൻഡ് ക്രൂയിസർ ഇടിച്ചു കയറിയത്. ആൻമേരി ഇരുന്നിരുന്ന ഭാഗത്താണ് വാഹനം ശക്തമായി ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ആൻമേരി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൊമ്പിടിഞ്ഞാമയ്ക്കൽ LF-LP സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇരിമ്പൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാമുകളിൽ ഞാൻ വേദി പങ്കിടാറുണ്ട്. വേദിയിൽ സദസ്സിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഹോള് മുഴുവൻ വിദ്യാർത്ഥികളെയാണ് കാണാറ്. ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ 3.5 വർഷത്തിനിടയ്ക്ക് ഹോള് നിറയെ വിദ്യാർത്ഥികളാണെങ്കിലും മാതാപിതാക്കളെ കണ്ണിറയുന്ന ആദ്യത്തെ ഒരു പരിപാടിയാണിത്. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ജോസഫൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജോസഫ കുട്ടികളുടെ പരിപാടിക്കൊക്കെ ഞാൻ പോവാറ്, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാറില്ല. ഇന്ന് ഞായറാഴ്ച കൂടിയല്ലേ, പള്ളിയൊന്നും ഉള്ളത് കൊണ്ട് നല്ല തിരക്കുള്ള ദിവസമാണ് പറഞ്ഞു. പക്ഷേ അച്ഛൻ്റെ നിർബന്ധങ്ങൾക്ക് നമുക്ക് പറയുമുണ്ടാകുമ്പോൾ അതിനെ എതിർക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്നെ പോലെയുള്ള ഒരു വിദ്യാർത്ഥിയെ 15 വയസ്സിൽ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയതാണ്. അച്ഛനാണ് ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെയൊക്കെ വാർത്തുകൊണ്ട് എത്തിച്ചത്. അപ്പം അതുകൊണ്ട് ആ കടപ്പാട് എന്നും കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻ വന്നത്. ഇവിടെ വന്നപ്പോൾ തോന്നി ഇത് വന്നില്ലെങ്കിൽ ഒരു നഷ്ടമായിരുന്നു. കാരണം കോർപ്പറേറ്റിന് കീഴിൽ 38ഓളം സ്കൂളുകളുണ്ട്. അതിൽ 12ഓളം സ്കൂളുകൾ ഞാനിങ്ങനെ ഇരുന്ന് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പാലാട്ടി ആമുഖ പ്രഭാഷണവും വിഷയാവതരണവും നടത്തി. ആളൂർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം ജോസ് കെ പയ്യപ്പള്ളി, PTA പ്രസിഡന്റ് സിജോ CA, MPTA പ്രസിഡന്റ് വീണ ദേവദാസ്, സിസ്റ്റർ രചന, നിമ്മി ആന്റണി, സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് ദേശീയ തലത്തിൽ നടന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം വിജയത്തിലെത്തിയ പശ്ചാത്തലത്തിൽ ജന്തർ മന്ദറിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്താനിരുന്ന സത്യാഗ്രഹം വിജയസംഗമമായി മാറ്റി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂരിലെ മതേതര രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ കൂട്ടായ്മയായ കൊടുങ്ങല്ലൂർ കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു. EV രമേശൻ അധ്യക്ഷത വഹിച്ചു. TA ഇക്ബാൽ, ES സാബു, വേണു വെണ്ണറ, V മനോജ്, സുധീർ ഗോപിനാഥ്, EK സോമൻ മാസ്റ്റർ, MR സുനിൽ ദത്ത്, TS സിറാജ്, നെജു ഇസ്മയിൽ, NV അജിതൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും മുസ്ലിം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപകനും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന PK നൌഷാദിന്റെ സ്മരണാർത്ഥം PK നൌഷാദ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കുള്ള ഓണപ്പുടവ വിതരണവും സംഘടിപ്പിച്ചു. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ബഷീർ കൊണ്ടാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം അനുസ്മരണ പ്രഭാഷണം നടത്തി. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P രാമചന്ദ്രൻ, TM നാസർ, അഡ്വക്കേറ്റ് PH മഹേഷ്, PB മൊയ്തു, PA മുഹമ്മദ് സഗീർ, NS സലിമുദ്ദീൻ, അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ്, AK അബ്ദുൽ അസീസ്, PK മുഹമ്മദ്, TK അബുബക്കർ, EA നജീബ്, KA നൈജു, PS മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സേവാഞ്ജലി ട്രസ്റ്റിന്റെയും ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. എടവലങ്ങ് സരസ്വതി വിദ്യാനികേതനിൽ നടന്ന ക്യാമ്പ് എടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം MA ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സേവാഞ്ജലി ട്രസ്റ്റ് പ്രസിഡന്റ് ON ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തിമിര രോഗം നേരത്തെ കണ്ടെത്തുന്നതിന്റെയും കൃത്യമായ നേത്ര പരിശോധനയുടെയും പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ പ്രവീണ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. AIYF കയ്പമംഗലം മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ച് കുട്ടികളുടെ ബാനർ ചിത്രരചന സംഘടിപ്പിച്ചു. കമ്പനിക്കടവിൽ നടന്ന പരിപാടി മുൻ MLAയും CPM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. ബാലവേദി മേഖലാ സെക്രട്ടറി വൈഷ്ണവി അധ്യക്ഷത വഹിച്ചു. AIYF മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ മുഖ്യാതിഥിയായി. CPM മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MD സുരേഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് കില്ലാടി, പ്രസാദ്, സതീശൻ, അഭിഷേക്, ദിവ്യ അനീഷ്, മനീഷ് തച്ചെഴുത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബാലവേദി മേഖല പ്രസിഡന്റ് നേഹ M അനിൽകുമാർ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
ചന്ദ്രപ്പിന്നി ശ്രീ കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം ഭക്തിസാന്ദ്രമായി നടന്നു. രാവിലെ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറിമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഹവനത്തിലും മറ്റു പൂജാ ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ദേവസ്വം ഓഫീസർ ടി സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പുഷ്കരൻ തേവർക്കാട്ടിൽ, സെക്രട്ടറി മുരാരി വെളമ്പത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൂരിക്കുഴി മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും സംഗമവും സംഘടിപ്പിച്ചു. 18 മുറി സിറാജുൽ ഹുദ മദ്രസ പരിസരത്തു നിന്നും ആരംഭിച്ച റാലി കൂരിക്കുഴി ജുമാ മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ സംഗമം കെ വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. മുൻ MP TN പ്രതാപൻ, മുൻ MLA ET ടൈസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്രിയ, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, സലിം പുറക്കുളം, TV സുരേഷ്, സിബിൻ അമ്പാടി, KK ശേഖരൻ, മുഹമ്മദ് ചാമക്കാല, ശിഹാബ് ചാമക്കാല, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, PK മുഹമ്മദ്, TK ഉബൈദ്, ഷൈജൻ ശ്രീവത്സം, ഹസൻ തങ്ങൾ, സലീഷ്, PS ഷാഹിർ, KK ഹംസ, CB അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവജന സമരങ്ങളുടെ വിജയത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ നിർണായകമായിരുന്നുവെന്ന് K മുരളീധരൻ. തെരുവിലെ സമരത്തിന്റെ പ്രതിഫലനം പാർലമെന്റിൽ സൃഷ്ടിച്ചത് ഇന്ത്യ സഖ്യമാണെന്നും മുരളീധരൻ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് മികച്ച നേട്ടം. 1.5 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയെന്ന ലക്ഷ്യം മറികടന്ന് 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി ഭക്ഷ്യമന്ത്രി. ഓസ്ട്രേലിയയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി നഴ്സ് മരിച്ചു. മുരിങ്ങൂർ കോട്ടമുറി കുറുമ്പിലായക്കാരൻ ശരത്തിന്റെ ഭാര്യ ആൻമേരി ജോയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.